ആളുകൾക്ക്. പിന്നെ എല്ലാവരോടും സലാം പറയാം, സലാമിനെ കണ്ട് പരത്ത, അത് കഴിയുമെന്ന് ചോദിച്ചു. അപ്പോഴും പറഞ്ഞു, വല്ലാഹി യാ റസൂലല്ലാഹ് അയ്ളൻ ഷദീദ, ഇതും കുറച്ച് കട്ടി കൂടിയ കാര്യങ്ങളാണ്. കാരണം ഞാൻ എന്തെങ്കിലും ഫിക്റിൽ ആലോചന നടക്കുമ്പോ ആരെങ്കിലും കണ്ട് സലാം പറയാതെ പോയാൽ, എല്ലാവരോടും സലാം പറയണം, ശ്രദ്ധിച്ച് സലാം പറയണം, സലാമിനെ പരത്തണം, ഏറ്റെടുക്കാൻ ധൈര്യമില്ല. പിന്നെ ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം, അതിനും ധൈര്യമില്ല. വേറെന്തെങ്കിലും. അപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിച്ചു, ഹല്ലക ഇബിൽ, നിനക്ക് ഒട്ടകങ്ങളുണ്ടോന്ന്. ഞാൻ യാ റസൂലല്ലാഹ് ഉണ്ട്. എന്നാൽ ഉൻദുർ ബഈറൻ മിൻ ഇബ്ലിക്, നിന്റെ ഒട്ടകങ്ങളിൽ നിന്ന് നല്ല ഒരു ഒട്ടകത്തെ നീ സെലക്ട് ചെയ്യണം. എന്നിട്ട് ആ ഒട്ടകത്തിന് ചുമക്കാൻ പറ്റുന്ന നല്ല വലിയൊരു തോൽപാത്രവും കരുതണം. എന്നിട്ട് വെള്ളമുള്ളയിടത്ത് നിന്റെ ഒട്ടകപ്പുറത്തെ തോൽപാത്രത്തിൽ വെള്ളം ശേഖരിക്കണം. മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ട്. അവർക്ക് നിന്റെ ഒട്ടകപ്പുറത്ത് നീ കുടിവെള്ള വിതരണം നടത്തണം. മദീനത്ത് ഒരു വിഭാഗം ആളുകളുണ്ട്, അല്ലദീന ലാ യശ്റബൂനൽ മാഅ ഇല്ലാ ഗിബ്ബാ, ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമാണ് അവർക്ക് വെള്ളം കിട്ടാറുള്ളത്. ആ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ നിന്റെ അധ്വാനം കൊണ്ട് നിന്റെ ഒട്ടകപ്പുറത്ത് വെള്ളം കൊണ്ടുവന്ന് സൗജന്യമായ കുടിവെള്ള വിതരണം നടത്താൻ നിനക്ക് കഴിയോ? അല്ലാഹുവിന്റെ റസൂലേ, അത് ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ട് തക്ബീർ ചൊല്ലി മഹാനായ ആ സ്വഹാബി, ആ അറാബി തക്ബീർ ചൊല്ലി ഏറ്റെടുത്തു, അല്ലാഹുവിന്റെ റസൂലേ ഞാനത് ഏറ്റെടുത്തു എന്ന്. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാൽ നിനക്ക് സ്വർഗമുറച്ചു. എപ്പോ മുത്തുനബി പറഞ്ഞത്? നിന്റെ ആ ഒട്ടകവും നിന്റെ തോൽപാത്രവും അത് നാശപ്പെടുന്നതിന് മുമ്പ്, ഒട്ടകത്തിനും തോൽപാത്രത്തിനും നാശമുണ്ടാകുന്നതിന് മുമ്പ് നിനക്കല്ലാഹു സ്വർഗം നിർബന്ധമാക്കുമെന്ന് മഹാനായ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, സ്വർഗം കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണത്. സാമൂഹ്യ സേവനം നമ്മൾ ഏറ്റെടുക്കണം. SKSSFന്റെ കീഴിൽ സന്നദ്ധ വിഭാഗമായി വിഖായയുണ്ട്, SYSന്റെ കീഴിൽ ആമിലയുണ്ട്. നമ്മുടെ ഉത്തരവാദിത്തം സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഇങ്ങനെയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ചെയ്യലാണ്. അത് നമ്മുടെ മതത്തിന്റെ, ദീനിന്റെ ഭാഗമാണ്. ഇപ്പൊ ഇതാ മഴക്കാലം വരാൻ പോവുക. ഈ മഴക്കാലം വന്നാൽ ജൂൺ 5-ാം തീയതി ലോക പരിസ്ഥിതി ദിനമാണ്. മരങ്ങൾ നട്ടുപിടിപ്പിക്കാനും കാടുകളെ സംരക്ഷിക്കാനും പരിസ്ഥിതിയെ സംരക്ഷിക്കാനും ലോകം ആഹ്വാനം ചെയ്യുന്ന സുദിനമാണെന്ന്. മരം നട്ടുപിടിപ്പിക്കുക എന്നത് ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അല്ലേ, SBBയുടെ കീഴിൽ ആ ഒരു മേഖലയിലെ പദ്ധതി നടക്കുന്നുണ്ട്. നമുക്കൊക്കെ നമ്മുടെ നാടുകളിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ അയൽബന്ധങ്ങളിൽ പൊതുസമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാനുള്ള ശക്തമായ ബാധ്യതയുണ്ട്. അത് നമ്മുടെ ആമല ഏറ്റെടുക്കണം. ആ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകണം. ആ കാര്യങ്ങളുടെയൊക്കെ മതപരമായ നേട്ടങ്ങളും അതിന്റെ ഫളായിലുകളും നമ്മൾ പഠിക്കണം, സമൂഹത്തെ ബോധ്യപ്പെടുത്തണം. മറ്റുള്ളവർ ചെയ്താലോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ 7 കാര്യങ്ങൾ പഠിപ്പിച്ചു. ഖബറിലേക്ക് പ്രതിഫലം, കൂലി, മരിച്ചാലും ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന 7 കാര്യങ്ങൾ. മരണപ്പെട്ടാലും, മരിച്ചാൽ നമ്മുടെ അമലുകളൊക്കെ മുറിഞ്ഞു പോകും. മരിച്ചാലും മുറിയാതെ പിന്നെയും പ്രതിഫലം ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന 7 കാര്യങ്ങൾ പഠിപ്പിച്ചതിൽ ഒന്ന് മരം നട്ടുപിടിപ്പിക്കലാണ്, മറ്റൊന്ന് കിണർ കുഴിക്കലാണ്. അതേപോലെയുള്ള കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. ഒരു ചെറിയ ഒരു കുഞ്ഞു വിത്ത് നട്ടുപിടിപ്പിച്ച് ആ ഒരു കുഞ്ഞു സസ്യം മുളച്ചു പൊന്തി, ഇനി അത് ഒരു കീടം വന്ന് ഒരു പുഴു തന്ന് അതിന്റെ ഇല തിന്നുപോയാലും സദഖയുടെ പ്രതിഫലമുണ്ട് എന്ന് മഹാനായ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, ഒരു മരം നട്ടുപിടിപ്പിച്ചാൽ ഒരു ഫലം കായ്ക്കുന്ന പഴത്തിന്റെയോ ധാന്യത്തിന്റെയോ അതിൽ നിന്ന് ആളുകൾ ഭക്ഷിച്ചാലും പക്ഷികൾ കൊത്തിക്കൊണ്ടുപോയാലും കീടങ്ങൾ തിന്നാലും പുഴുക്കൾ തിന്നാലും അതിനൊക്കെ സ്വതക്കയുടെ കൂലിയുണ്ട് എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. കൃഷി ഒരു നഷ്ടമാണ് എന്ന് കരുതി അത് അവഗണിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഭൂമി തരിശാക്കിയിടുന്ന, എന്തേ നമുക്കൊക്കെ നമ്മുടെ വീടുകളിൽ ഒരു ചെറിയ രൂപത്തിലെങ്കിലും
ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുന്ന സമയത്ത് ഒരു മരം നട്ടുപിടിപ്പിക്കാൻ, ഒരു ചെടി നട്ടുപിടിപ്പിക്കാൻ, ഒരു ചെറിയ രൂപത്തിലെങ്കിലും ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കാൻ, അത് പറയുമ്പോ മറ്റൊരു കാര്യം ഓർമ്മ വരിക അല്ലേ? ഇപ്പൊ ഇന്നൊരാള് അടുക്കളത്തോട്ടല്ല വലിയ തോട്ടുണ്ടാക്കാൻ എന്ന് പറഞ്ഞിട്ട് പിരിവിനിറങ്ങിയിട്ടുണ്ട്. ആ വക തട്ടിപ്പിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ഭൂമി എവിടെയെന്ന് പറഞ്ഞിട്ടില്ല അല്ലേ? ഇതിങ്ങനെ കഴിയുമ്പോ ഓരോ കൊല്ലവും ഫണ്ട് പിരിച്ച് ആ ഫണ്ട് അങ്ങനെ അത് പല കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ ചെലവഴിക്കപ്പെടേണ്ടി വരുമ്പോ പിന്നെയും ഫണ്ട് ആവശ്യമായി വരുമ്പോ ഓരോ ചെപ്പടി വിദ്യയായിട്ട് പുറത്തു വരിക അല്ലേ? ഇപ്പൊ മുടി കഴിഞ്ഞു, മുടിക്ക് വേണ്ടിയുള്ള പള്ളി കഴിഞ്ഞു, അതിനൊക്കെ ഒരുപാട് കോടികൾ പിരിച്ചു. നോളജ് സിറ്റിക്ക് വേണ്ടി പിരിച്ചു. നോളജ് സിറ്റിക്ക് പിന്നെ ഒരുപാട് കുറെ കിട്ടും ഷെയർ എന്ന് വിചാരിച്ചു, പക്ഷെ അതിപ്പോ മുടങ്ങി. അപ്പൊ പുതിയ ഒരു തട്ടിപ്പ്, ഞാൻ കുറെ ഭൂമി വാങ്ങുന്നുണ്ട്, എവിടെയെന്ന് പറയുന്നില്ല. എന്നിട്ട് എന്തിനാണ് ആ ഭൂമി വാങ്ങണത്? മർക്കസിലെ 10,000 കുട്ടികൾക്ക് വിഷാംശമില്ലാത്ത പച്ചക്കറി ഉണ്ടാക്കാൻ. അതാണ് ഇപ്പൊ പുതിയ അടവ്. കാരണം മൂപ്പരിപ്പോ കണ്ടുപിടിച്ചു, തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയിൽ നിന്ന് വരുന്ന പച്ചക്കറിയിൽ മുഴുവൻ വിഷമാണ്. ആപ്പിൾ തിന്നണമെങ്കിൽ അതിന് തോലുമ്മ വിഷമാണ്, എവിടെയും പ്രശ്നമാണ്. അതുകൊണ്ട് മർക്കസിലെ കുട്ടികൾക്ക് ഒരു വിഷാംശം ഒന്നുമില്ലാത്ത പരമപരിശുദ്ധമായ പച്ചക്കറി കൊടുക്കണം. അതിന് പച്ചക്കറി തോട്ടുണ്ടാക്കണം ഒരു ഭാഗത്ത്. പിന്നെ അതിലെ മറ്റൊരു ഭാഗം പശുക്കളെ വളർത്താനാണ്. പശുക്കളെ വളർത്താൻ. മറ്റൊരു ഭാഗം ആ പശുക്കൾക്ക് തിന്നാനുള്ള പുല്ല് വളർത്താൻ. ഇങ്ങനെ എത്ര ഏക്കറാണെന്നും പറയുന്നില്ല, എവിടെയെന്നും പറയുന്നില്ല. പിരിവ് തുടങ്ങി. ഒരു സെന്റിന് 50,000 റുപ്യ, ഒരു പശുവിന് 65,000 റുപ്യ പിരിവ് തുടങ്ങി ഗംഗമായിട്ട്. ഒരു പശു ആരാധര, ഒരു പശുവിനെ വാങ്ങിത്തരാ എന്ന് ചോദിച്ചിട്ടാ പിരിവ്. ഒരു സെന്റ് ഭൂമി ആരാധര എന്ന് ചോദിച്ചിട്ടാ പിരിവ്. ഇങ്ങനെ ഓരോ ചപ്പടിപതികളുമായി മുന്നോട്ട് വന്ന് ഇത് എന്ത് പറഞ്ഞാലും അത് കൊടുക്കാനുള്ള ആളുകളുണ്ട്. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സമുദായത്തെ, ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. അതൊക്കെ നടക്കാൻ പോകുന്നതാണോ? ഒരിക്കലും നടക്കാൻ പോകാത്ത കാര്യങ്ങൾ പണമുണ്ടാക്കാൻ ഇതിങ്ങനെ വിശ്വസിക്കുമല്ലോ. കാരണം പശുക്കളെ വളർത്തിയിട്ട് പാവപ്പെട്ട യതീമുകൾക്ക് ആ പശുക്കളുടെ പാല് കറന്നു കൊടുക്കാൻ 10,000-ഓളം വരുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞു. 10,000 എവിടെ, അത് വേറെ കാര്യം. ആ മുത്തഅല്ലിമീങ്ങൾക്ക് ചായ ഉണ്ടാക്കി കുടിക്കാൻ നിങ്ങളുടെ വക ഒരു പശുവിനെ വാങ്ങിത്തന്നാൽ അത് എത്ര വലിയ ജാരിയായ സദഖയാണ് എന്ന് പറഞ്ഞുകൊണ്ട് 65,000 റുപ്യ, അത് ചിലപ്പോൾ അത് 80,000 അങ്ങനെയും പറയുന്നുണ്ട്. അടക്ക വില കൂടി ചില സ്റ്റേജിൽ പിരിക്കുമ്പോ പൈസ അങ്ങനെ ആളിങ്ങനെ പറയാൻ തുടങ്ങുകയാണെങ്കിൽ അപ്പോ വില കൂടിയിട്ടുണ്ട്, 80,000 പശുവിന്, അങ്ങനെയും പറയുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ അങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തി പിരിവുണ്ടാക്കാനല്ല SYS എന്ന ആമില പറയുന്നത് അല്ലേ? നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഒരു തട്ടിപ്പിന്റെ വഴികളല്ല. അങ്ങനെ ഇതൊക്കെ ഒരു തട്ടിപ്പിന്റെ വഴികളായി മുന്നോട്ട് പോകുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് എത്ര എളുപ്പത്തിൽ ഫണ്ട് ഉണ്ടാക്കാം, സാമ്പത്തികമായ സമാഹരണങ്ങൾ നടത്താം. ഏത് വഴിയും, ആത്മീയ വഴികൾ, സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ, ദിക്ർ ചൊല്ലുകയാണെങ്കിൽ, എന്താണെങ്കിലും അതൊക്കെ പണമുണ്ടാക്കാനുള്ള വഴിയായി ഉപയോഗപ്പെടുത്തി ഈ സമുദായത്തിന് വളരെ മോശമായ ചീത്തപ്പേരുണ്ടാക്കിയ ഒരു വിഭാഗം. അങ്ങനെയുള്ള വഴികളല്ല ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്യുന്നത്. സമൂഹത്തിനും സമുദായത്തിനും ഉപകാരമുള്ള നല്ല പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരാൻ, അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ ഏറ്റെടുക്കാൻ, അതിനാണ് ഈ ആമില അതിശക്തമായ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത്. നമ്മുടെ നാട്ടിൽ സമൂഹത്തിന് നമുക്കൊക്കെ പൊതുബാധ്യതയായ ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ആമിലയെ പോലെയുള്ള സംവിധാനങ്ങളല്ലാതെ മറ്റുള്ള മാർഗങ്ങളും ആ രംഗത്തേക്കില്ല. ഫർള് കിഫയായ ചില ബാധ്യതകൾ, ആ ബാധ്യതകൾ സമൂഹത്തോട്, സമുദായത്തോട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോ ആ രംഗത്തൊക്കെ അനുഭവിക്കുന്ന ശോചനീയമായ അവസ്ഥ നമ്മുടെ നേതാക്കൾക്ക് പല സ്ഥലങ്ങളിലും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരു നാട്ടില് ഒരാൾ മരണപ്പെട്ടു, മയ്യത്തെടുക്കുന്ന സമയം 3 മണിക്കൂർ വൈകി. കാരണം അന്വേഷിച്ചപ്പോ പറഞ്ഞത്, ഞങ്ങളുടെ മഹലിൽ മയ്യത്ത് കുളിപ്പിക്കണ ആള് മൂപ്പര് വേറൊരാൾ മരിച്ചപ്പോ അങ്ങോട്ട് കുളിപ്പിക്കാൻ പോയതാണ്.
മൂപ്പര് ആ കുളിപ്പിക്കൽ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടാണ് ഇവിടെ കുളിപ്പിച്ചത്. അത് കാരണം സമയം 3 മണിക്കൂർ വൈകിയതാ, മൂപ്പര് വരാൻ വൈകിയതാണ്. ചിന്തിക്കണം. മയ്യത്ത് കുളിപ്പിക്കാൻ ആളെ കിട്ടാത്തതിന്റെ പേരിൽ മയ്യത്തുകൾ കാത്തുകിടക്കേണ്ട ഗതികേട് ഈ സമുദായത്തിൽ ഉണ്ടായാൽ, അല്ലേ? ഖബർ കുഴിക്കാൻ ആളില്ല. ഒരു സ്ഥലത്ത് ചെന്നപ്പോ കേട്ടു അണ്ണാച്ചികളാണ് ഖബർ കുഴിക്കണതെന്നാണ്. അപ്പൊ എന്താ, ഓൾക്ക് നല്ല പരിചയമാണ്, നല്ല എളുപ്പത്തിൽ സ്പീഡായി ടെലിഫോണിന്റെ ചാലൊക്കെ കയറി പരിചയമുള്ള ആൾക്കാരാണ്. അപ്പൊ ഖബറും വളരെ ഭംഗിയായി അവർ വെട്ടിത്തരും. അല്ല, അവരെ കൊണ്ട് ഖബർ കൊഴിപ്പിക്കണ തെറ്റാന്ന് പറയല്ല. പക്ഷേ നമ്മുടെ സമുദായത്തിന്റെ ഒരു ഗതികേട് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ചെയ്തു കൊടുക്കേണ്ട അങ്ങനെയുള്ള സാമൂഹ്യ സേവനങ്ങൾ, അതിന് കൂലി കൊടുത്താൽ പോലും ആളെ കിട്ടാത്ത അവസ്ഥ വരികയാണെങ്കിലോ പല സ്ഥലങ്ങളിലും. അതുകൊണ്ട് തന്നെ മയ്യത്ത് പരിപാലനം, മയ്യത്ത് കുളിപ്പിക്കൽ, കഫൻ ചെയ്യൽ, അതിനോടനുബന്ധമായ പ്രവർത്തനങ്ങൾ, ഒരു മരിച്ച വീട്ടിൽ ചെയ്തു കൊടുക്കേണ്ട സേവനങ്ങൾ, ഇതൊക്കെ നമ്മുടെ ആമലയുടെ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമാണ്. നമ്മുടെ പഞ്ചായത്ത് തലങ്ങളിലും മഹല്ല് തലങ്ങളിലും വളരെ നിയമപരമായി മതപരമായി ചിട്ടയോടുകൂടെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന ആളുകൾ ഉണ്ടാവണം. അതിന് അവർക്ക് ക്ലാസ് കൊടുക്കണം, പ്രാക്ടിക്കലായ ക്ലാസ് കൊടുക്കണം. അതിനുള്ള സംവിധാനങ്ങൾ ഇൻഷാ അല്ലാഹ് ആമലക്ക് ചെയ്യാൻ കഴിയും. ആമലക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ആർക്കാ ചെയ്യാൻ കഴിയാ? അതിനുവേണ്ടിയുള്ള ക്ലാസുകൾ ആമലയുടെ കീഴിൽ പല സ്ഥലങ്ങളിലും നടന്നു വരുന്നുണ്ട്. നമുക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യമല്ലേ ഈ മയ്യത്ത് കുളിപ്പിക്കുന്ന കാര്യം പറയുമ്പോ? അത് പലയിടത്തും കുളിപ്പിക്കുന്ന ആളുകൾ കുളിപ്പിക്കാറുണ്ട്. പൊതുവെ ഞങ്ങൾ മൊയ്ലിയന്മാര് അതിങ്ങനെ യാസീൻ ഓതാൻ വേണ്ടി കാത്തിരിക്കുക എന്നുള്ളത് പലരും ഞങ്ങളിവിടെ പോയി നോക്കൂല. ചിലയിടത്തൊക്കെ പോയി നോക്കൂ, അല്ലേ? അപ്പൊക്കെ ചില കോലം കെട്ട കുളിപ്പിക്കല്, അവരെന്താണോ അവരിങ്ങനെ പാരമ്പര്യമായി പഠിച്ചു വന്ന രീതിയിൽ മയ്യത്തിന് അങ്ങോട്ട് ഉരുട്ടി ഇങ്ങോട്ട് ഉരുട്ടി അവര് ചെയ്യണതൊക്കെ ചെയ്യുക, അതൊക്കെ ശരി. എന്നിട്ട് അത് അങ്ങനല്ല ഇങ്ങനല്ല എന്ന് പറഞ്ഞാൽ മേപ്പിട്ട് കയറാൻ പറയും. പൊന്നാര മൊയ്ലിയരെ ഞാനിത് 60 കൊല്ലമായി ഞാൻ കുളിപ്പിക്കാൻ തുടങ്ങിയിട്ടെന്നാ പറയാം. ഇന്നേ വരെ ഒരാളും പറയാത്തത്. ഇതൊക്കെ പറയും. ചിലപ്പോ വിവാദങ്ങൾ ഉണ്ടാക്കാനല്ല പറയുന്നത്, അതൊക്കെ അത് മനസ്സിലാക്കി കൊടുത്ത്. അപ്പൊ ആ രംഗത്ത് നമുക്ക് ശ്രദ്ധ ചെലുത്താൻ, പ്രാക്ടിക്കലായി നമ്മൾ കടന്നു ചെല്ലാനും അത് ഏറ്റെടുക്കാനും, അല്ലേ, നമ്മുടെ ബാധ്യതയല്ലേ? രോഗികൾ, പാവപ്പെട്ട കഷ്ടപ്പെടുന്ന രോഗികൾ, അവരെ പരിചരിക്കാൻ, അവരെ സഹായിക്കാൻ, അവർക്ക് മരുന്ന് കൊടുക്കാൻ SYS വളരെ ശക്തമായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. അത് കേവലം നമ്മുടെ സഹായങ്ങൾ മാത്രമല്ല, നമുക്ക് ഇൻഷാ അല്ലാഹ് ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ച്, താലൂക്ക് ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മേഖലകളിലൊക്കെ അൽഹംദുലില്ലാഹ് ഇന്ന് പല മേഖലകളിലും ചെയ്യുന്നുണ്ട്, അല്ലേ? പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ച് അവിടെ തന്നെ മയ്യത്ത് കുളിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യുന്ന നമ്മുടെ സംഘടനാ സംവിധാനങ്ങളുണ്ട്. രോഗികളെ കൊണ്ടുപോകാനും ശുശ്രൂഷിക്കാനും, അപകടങ്ങൾ പറ്റിയവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും, പ്രാഥമിക ശുശ്രൂഷ നൽകാനും അതിന് പ്രാക്ടിക്കലായി അതിനുള്ള കോഴ്സുകൾ ലഭിച്ച ആളുകളുണ്ട്, ആംബുലൻസ് സംവിധാനങ്ങളുള്ളവരുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മളും ചിന്തിക്കണം. സഹായിക്കാനൊക്കെ ആളുകളുണ്ടാവും. വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തിന് മുന്നോട്ട് വന്നാൽ സഹായിക്കാൻ ആളുകളുണ്ടാകും. പ്രത്യേകിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകർ, SYSന്റെ പ്രവർത്തകർ അങ്ങനെയുള്ള മേഖലകളിലേക്ക് ആവേശത്തോടുകൂടെ മുന്നോട്ട് വരുന്നത് നമ്മുടെ ലക്ഷ്യം രാജാതിരാജനായ റബ്ബിൽ നിന്നുള്ള പ്രതിഫലം മാത്രമാണ്. അത് മറന്നു പോകാനും പാടില്ല. ഈ സേവന പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് രാജാതിരാജനായ റബ്ബിൽ നിന്നുള്ള പ്രതിഫലം കിട്ടുക എന്ന ലക്ഷ്യത്തോടുകൂടെ മാത്രമായിരിക്കണം. അതിന് ചിലപ്പോൾ സാമ്പത്തികമായ നഷ്ടമുണ്ടാകും, നമ്മുടെ സമയനഷ്ടമുണ്ടാകും, നമ്മുടെ ഊർജ്ജ നഷ്ടമുണ്ടാകും. അതെല്ലാം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, ഏറ്റവും ശ്രേഷ്ഠമായ വിശുദ്ധമായ വഴികൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യതയാണ് ആമലയുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ ഏറ്റെടുക്കേണ്ടത്. ഇന്ന് സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള വേദനകൾ, പ്രയാസങ്ങൾ, ആ രംഗത്തൊക്കെ നമ്മുടെ ശക്തമായ ബാധ്യത, ബോധവൽക്കരണത്തിന്റെ ബാധ്യതയുണ്ട്, ഏറ്റെടുക്കേണ്ട ബാധ്യതയുമുണ്ട്. മുസ്ലിം സമുദായമാണ് ഇന്ന് ഏത് മേഖലകളിലും ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് വിധേയരാകുന്നത്. മലപ്പുറം ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് മരുന്ന് ചെലവാകുന്നത്. മലപ്പുറം ജില്ല എന്നത് അത് നമ്മുടെ ഒരു സിമ്പലാണ്. അത് നമുക്ക് ബാധകമല്ല എന്ന് ചിന്തിക്കണ്ട. കാരണം നമ്മുടെ മൊത്തത്തിലുള്ള സ്വഭാവം മലപ്പുറം ജില്ല എന്ന് പറയുന്നത്. അത് മലപ്പുറം ജില്ലയെ കുറ്റപ്പെടുത്തല്ല, നമ്മുടെ സ്വഭാവ പറയുന്നത്.
ഏറ്റവും കൂടുതൽ കോട്ടയത്ത് നിന്നും പത്തനംതിട്ടയിൽ നിന്നും കൊല്ലത്ത് നിന്നും സർക്കാർ ഉദ്യോഗസ്ഥന്മാരായ സർക്കാർ ഡോക്ടർമാര് 5 കൊല്ലത്തേക്ക് ലീവ് എടുത്തിട്ട് പെരിന്തൽമണ്ണയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുക അല്ലേ? കാരണം ലക്ഷങ്ങളാണ് ശമ്പളം. കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ പോക്കറ്റടിക്കുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു മേഖലയായ ആതുര സേവനം മാറുകയാണ്. ഹോസ്പിറ്റലുകൾ വേണം, ചികിത്സ വേണം, ഡോക്ടർമാർ വേണം, മരുന്ന് വേണം. പക്ഷേ എന്തുകൊണ്ടാണ് പലപ്പോഴും നല്ല ഒരു ശതമാനം നമ്മൾ രോഗത്തിന് അടിമപ്പെടുന്നത്? ഇനി രോഗം വന്നാൽ തന്നെ അത് എങ്ങനെ ചികിത്സിക്കണമെന്ന ബോധം നമുക്കുണ്ടോ? അല്ലേ? എങ്ങനെ ചികിത്സിക്കണം? ഒരുപക്ഷെ ശരീരത്തിന് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്ന, പല കേടുപാടുകളും ഉണ്ടാക്കുന്ന ഇംഗ്ലീഷ് മരുന്നിനേക്കാൾ മറ്റു പല മേഖലകളുണ്ട്. ചെലവ് കുറഞ്ഞ ചികിത്സാ രീതികൾ. നമുക്കത് ബോധ്യമല്ല, താല്പര്യമില്ല. ഹോമിയോ ഡോക്ടറെ അടുത്ത് പോയാൽ എന്താ ഒരു തുള്ളി മരുന്ന്, ഒരു ചെറിയ മധുരമുള്ള ഗുളിക കിട്ടും. അതുകൊണ്ട് ഇപ്പൊ എന്താ, അതൊന്നും വിലല്ല അല്ലേ? അല്ലെങ്കിൽ അങ്ങനെയുള്ള ചികിത്സകൾക്കൊന്നും നമുക്ക് വിലല്ല. നമുക്ക് വലിയ ചെറിയ രോഗം വന്നാലും നേരെ അൽഷഫെ പോണം, മൗലാനെ പോണം. നമ്മുടെ പണം നല്ലൊരു ശതമാനം ഇങ്ങനെ ചെലവഴിക്കപ്പെടാൻ പ്രധാനപ്പെട്ട കാരണം 2 ഒന്ന്, ആരോഗ്യരംഗത്തുള്ള ശ്രദ്ധക്കുറവ്. നമ്മുടെ കുടുംബിനികൾ, നമ്മുടെ വീട്ടിലെ സഹോദരിമാര്, അവർക്ക് ഒരു കുടുംബത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് വളരെ ശക്തമായ ക്ലാസുകൾ കൊടുക്കണം. ഭക്ഷണരംഗത്ത് നമ്മുടെ അടുക്കളകൾ, നമ്മുടെ വീടുകൾ, സംവിധാനങ്ങൾ, രോഗങ്ങൾ വരാതിരിക്കാൻ ഏറ്റവും കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങൾ പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. മുത്തുനബിയുടെ സുന്നത്ത് അത് ചിട്ടയിലും ജീവിതത്തിലും ആരോഗ്യത്തിലും അടുക്കളയിലും ഭക്ഷണത്തിലും എവിടെയുമുണ്ടെങ്കിൽ രോഗങ്ങളുണ്ടാവോ? ഇനി രോഗങ്ങൾ വന്നാൽ തന്നെ അതിനെക്കുറിച്ചുള്ള തർത്തീവും രീതികളും, ഇത് ഏറ്റവും പ്രധാനമായി നമ്മുടെ ഉമ്മമാർക്ക്, ഭാര്യമാർക്ക്, കുടുംബിനികൾക്ക് അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണങ്ങൾ കൊടുക്കണം. പെണ്ണുങ്ങളെ വിളിച്ച് ക്ലാസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കേവലം അത് ഒരാഴ്ചയിൽ ഒരു വയോജന ക്ലാസ് മാത്രമാക്കി മാറ്റരുത്. ആരോഗ്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം കൊടുക്കണം. അപ്രകാരം തന്നെ സമ്പത്തിനെക്കുറിച്ച്, കുടുംബ ബജറ്റിനെ കുറിച്ചുള്ള ബോധവൽക്കരണം കൊടുക്കണം. നമ്മുടെ സമ്പത്ത് യാതൊരു കയ്യും കണക്കുമില്ലാതെ, ഒരു നിയന്ത്രണവുമില്ലാതെ ഇന്ന് ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് ആരാ? നമ്മുടെ കുടുംബിനികളാ. നമുക്ക് പണമുണ്ടായത് ഗൾഫ് കൊണ്ടാണ്. 70കളിൽ ഗൾഫിന്റെ കവാടം പെട്രോ ഡോളർ തുറക്കപ്പെട്ടതിന് ശേഷമാണ് ഇവിടുത്തെ പട്ടിണി നീങ്ങിയത്. അതിനു മുമ്പ് വെസ്റ്റ് ബംഗാൾ പോലെ തന്നെയായിരുന്നു നമ്മുടെ കേരളവും. സമ്പത്തുണ്ടായപ്പോൾ റബ്ബിനെ മറന്നു. ഈ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞു, ചോര നീരാക്കി കഠിനാധ്വാനം ചെയ്ത് ഗൾഫിൽ നിന്ന് സമ്പാദിച്ച്, കാരണം വീട്ടിൽ നിന്ന് ഇങ്ങനെ വിളിയാ, ഭാര്യയുടെ വിളി, മക്കളുടെ വിളി, കഴിഞ്ഞു, പൈസ കഴിഞ്ഞു, ഉടനയക്കണം. ഇതെങ്ങനെ അയക്കണം എന്നറിയോ? ചുട്ടുപൊള്ളുന്ന അതിശക്തമായ ചൂടത്ത്, ഉഷ്ണക്കാറ്റേറ്റ്, ഉച്ചക്ക് കിട്ടിയ ഒഴിവുവേളയിൽ ഒരു സൈക്കിൾ ചവിട്ടിയിട്ട് ഒരു സാധു ഉണ്ടിക്കാരന്റെ അടുത്ത് 25,000 രൂപ നാട്ടിലേക്ക് അയക്കാൻ വേണ്ടി കൊണ്ടുവന്നു കൊടുക്കുക. ഗൾഫില് ഉണ്ടിക്കാരന്റെ റൂമിലേക്ക് വന്നു, സൈക്കിൾ ചവിട്ടി വന്നപ്പോ ഇവൻ ചോദിച്ചു, റൂമിലുള്ള ആൾ ചോദിച്ചു, എന്തിനാ ചങ്ങായെ, ഒരു ടാക്സി വിളിച്ചു വന്നൂടായിരുന്നോ? ഇങ്ങനെ കഷ്ടപ്പിടിച്ച് സൈക്കിൾ ചവിട്ടി എന്റെ റൂമിൽ നിന്ന് ഇവിടെ വരണോ? അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ സൈക്കിൾ ചവിട്ടിട്ടാ ഞാനത് ഉണ്ടാക്കിയത്. ഞാൻ എന്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ടാക്സി വിളിച്ച്, ഞാൻ ഇഷ്ടം പോലെ എനിക്ക് എന്റെ ആഗ്രഹങ്ങൾ മുഴുവൻ സാധിച്ച്, എനിക്കിഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കഴിച്ച് ഈ ഗൾഫിൽ ജീവിച്ചാൽ ഈ 25,000 വീട്ടിൽ കയക്കണ്ടാവൂല. അത് നാട്ടിൽ ഇന്ന സ്ഥലത്ത് വന്ന് വാങ്ങണമെന്ന് വീട്ടിലേക്ക് വിവരം കിട്ടിയപ്പോ ഭാര്യ മകനെ പറഞ്ഞേക്ക, കാറ് വിളിച്ചിട്ടെന്നെ പോയിക്കടാ, കാരണം മോശല്ലേ, വാപ്പ ഗൾഫിൽ നിന്ന് അയച്ച പൈസ അത് ബസ്സിന് പോയി വാങ്ങുന്നത് മോശല്ലേ? മകൻ അത് വാങ്ങാൻ പറഞ്ഞേക്കണത്, ഇവിടെ വാങ്ങാൻ പറഞ്ഞേക്കണ കാറ് വിളിച്ചിട്ടാ. പിന്നെ ആ 25,000 വന്നാൽ എന്താ ഇവളുടെ തിരക്ക്? ഇവളുടെ തിരക്കെന്താ? പിന്നെ 6 മാസം മുമ്പ് വാങ്ങിയ ചെയിന് മാറ്റണം, വള മാറ്റണം, കമ്മൽ മാറ്റണം. ടിവിയിൽ ഇങ്ങനെ പരസ്യം കാണല്ലേ, പുതിയ ഇറ്റലി മോഡൽ വന്നിട്ടുണ്ട് ജ്വല്ലറിയിൽ, ഫ്രാൻസിന്റെ മോഡൽ വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോ, അല്ലെങ്കിൽ ആ കല്യാണത്തിന് പോയപ്പോ ആ മോഡൽ കണ്ടു, അപ്പൊ ഇത് പഴയതായി. വാങ്ങിയ സ്വർണം മാറ്റി വാങ്ങണം, അതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അല്ലേ? പിന്നെ ഫാൻസി കടയിൽ ചെന്നിട്ട് ക്രീമുകളും പൗഡറുകളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും വാങ്ങണം. ഇതൊക്കെയല്ലേ നമ്മുടെ ചെലവ്?
ആ രംഗത്ത് പഠനം നടത്തിയ ഒരു സുഹൃത്ത് പറയുന്നത്, കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ വീടുകളിൽ നിന്ന് സ്വർണം മാറ്റിവാങ്ങുന്ന വകയിൽ ഓരോ കൊല്ലവും ചെലവാകുന്നത് 3000 കോടി രൂപയാണ് എന്നാണ്. സ്വർണം വാങ്ങുന്ന ചെലവല്ല ഈ പറയണത്. സ്വർണം വാങ്ങിയ 1 പവൻ വാങ്ങിയ അതവിടെ ഉണ്ടാവുമല്ലോ, ഞാൻ വില കൂടിയ സമയത്ത് വിറ്റാല് ലാഭം കിട്ടുകയും ചെയ്യും. സ്വർണം വാങ്ങിയതല്ല, സ്വർണം ഈ 1 പവനുള്ളൂ. സ്വർണം എത്ര ഉള്ളൂ? ഈ 1 പവനുള്ളൂ. ഈ 1 പവന്റെ മാല അത് മാറ്റി വാങ്ങാണ്. മാറ്റി വാങ്ങി എന്താ കിട്ടും? 1 പവൻ തന്നെ കിട്ടിയുള്ളൂ. പൈസ അധികം കൊടുക്കണം. എന്തേ? പഴയതിന് അത് ചൂടാക്കി പുകച്ച് കളയാൻ കുറച്ച് പൈസ പഴയതിന്. പിന്നെ പുതിയതിന്റെ പണിക്കൂലി. എത്ര പണിക്കൂലി? ഞാനിവിടെ ജ്വല്ലറിക്കാരുണ്ടെങ്കിൽ വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല, അല്ലേ? 4% മുതൽ 5% മുതൽ എന്നൊക്കെ പറയും. ചെന്നോക്കിയാൽ ചിലപ്പോൾ 18%, 20% ഒക്കെ ഉണ്ടാവും. ആയിക്കോട്ടെ, അവർക്ക് പണിക്കൂലി വാങ്ങാതെ ഇപ്പൊ കാര്യം കച്ചവടം നടക്കൂലല്ലോ, വെറുതെ കൊടുക്കാൻ കഴിയില്ലല്ലോ. പക്ഷെ നമുക്കതിനെ കുറിച്ച് ബോധമുണ്ടോ? എന്തിനാണ് ഈ അനാവശ്യമായ ചെലവ്? ഒരാവശ്യവുമില്ലാതെ നമ്മുടെ പെണ്ണുങ്ങള് പൊട്ടാത്ത കേടുവരാത്ത മോഡല് മാറി എന്നതിന്റെ പേരിൽ സ്വർണം മാറ്റിവാങ്ങാൻ 1 കൊല്ലം മുസ്ലിം വീടുകളിൽ നിന്ന് ചെലവഴിക്കുന്ന സംഖ്യയാണ് 3000 കോടി രൂപ. സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് വേണ്ടി, ഫാൻസി മോഡലുകൾക്ക് വേണ്ടി ഇന്ന് മലപ്പുറം ജില്ലയിൽ മുസ്ലിം പോക്കറ്റുകളിൽ, നമ്മുടെ ജില്ലയിലും മുസ്ലിങ്ങൾ ഉള്ളയിടത്ത് പോലും എത്രയോ ബ്യൂട്ടി പാർലറുകൾ പൊന്താൻ തുടങ്ങി, അല്ലേ? ഒരു ഫാൻസി കടയിൽ പോയാല് മുഖത്തിടാൻ പൗഡർ വേറെ, കവിളത്തിടാൻ വേറെ, കക്ഷത്തിടാൻ വേറെ, കുളിക്കാന് തലേ തേക്കണ ഷാമ്പു വേറെ, മേത്ത് തേക്കണ വേറെ, ക്രീം തലേ തേക്കണ വേറെ, ഓരോ അങ്ങനെ ഒക്കെ വേറെ വേറെയാണ്. പെണ്ണുങ്ങൾക്കുള്ളത് ഇത് വേറെയാണ്, ഇത് ആണുങ്ങൾക്കുള്ളതാണ്. ഇത് കുട്ടികളുടെ ഷാമ്പുവാണ്, ഇത് ബേബി ഓയിലാണ്, അല്ലേ? അങ്ങനെ എത്രയാണ് ആ സഹോദരന്റെ പഠനത്തിൽ തെളിഞ്ഞത്? 2500 കോടി രൂപ സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് വേണ്ടി നമ്മുടെ പെണ്ണുങ്ങൾ ചെലവാക്കുന്നുണ്ട് എന്നാണ്. 2500 കോടി. എന്തിന്? ഞങ്ങള് പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയപ്പോ അവിടെ ഇസ്രായേലിന്റെയും ജോർഡാനിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗങ്ങളിൽ ഒന്ന് ചാവുകടലിന്റെ തീരത്തുള്ള പടുകൂറ്റൻ ഫാക്ടറികളാണ്. ഡെഡ് സീ, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെ പടച്ചറബ് സൃഷ്ടിച്ച അവിടെയുള്ള ചാവുകടൽ, ഡെഡ് സീ. ആ ഡെഡ് സീയുടെ തീരത്ത് വലിയ വലിയ ഫാക്ടറികളുണ്ട്, വ്യവസായശാലകളുണ്ട്. അപ്പൊ അവിടെ എന്താ ഉണ്ടാക്കണത്? ഈ ഡെഡ് സീയിലെ വെള്ളത്തിൽ നിന്നും അവിടുത്തെ ആ തീരത്ത് നിന്നും മണ്ണിൽ നിന്നും എടുക്കുന്ന കെമിക്കലുകൾ, ആ കെമിക്കലുകളെ കൊണ്ടാണ് ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള, ഏറ്റവും ഡിമാൻഡുള്ള മുന്തിയ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കണമെന്നാണ്. അപ്പൊ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഉസ്താദ് പറഞ്ഞു, അന്ന് പടച്ചറബ് ഇവരൊക്കെ കൂടെ അട്ടിമറിച്ച് അരച്ച് പേസ്റ്റാക്കി ആ മണ്ണും അത് ഇതിൽ കലർന്ന അതാണ് പിന്നെ ഏറ്റവും നല്ല പിന്നെ മുഖസൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കുന്ന മണ്ണായി അവിടെ മാറിയത്. അവരുടെ വേസ്റ്റ് മണ്ണ്. ചിന്തിച്ചാൽ ഒരുപക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടോ, അത് വേറെ കാര്യം. നമ്മൾ ചിന്തിക്കണം, എന്നാ ഇതുകൊണ്ടൊക്കെ എന്താ ഗുണമുള്ളത്, എന്താ ഉപകാരമുള്ളത്? സാംസ്കാരികമായ ഒരുപാട് അപകടത്തിലേക്കും അധപ്പതനത്തിലേക്കും പോവുക എന്നല്ലാതെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മഹല്ല് തലങ്ങളിൽ, നമ്മുടെ അടിത്തട്ടിൽ ആരോഗ്യരംഗത്ത്, സാമൂഹ്യ രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, സാംസ്കാരിക രംഗത്തൊക്കെ വ്യത്യസ്തമായ മേഖലകളിൽ അവരെ ബോധവൽക്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് ബാധ്യതയുണ്ട്. പ്രീ മാരിറ്റൽ കോഴ്സുകൾ സമസ്തയുടെ കീഴിൽ, SYSന്റെയും SKSന്റെയും ഒക്കെ കീഴിൽ അതിന് പരിശീലനം ലഭിച്ച ആർപിമാരുണ്ട്, അല്ലേ? കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പിന്നെ യുവാക്കൾക്ക്, യുവതികൾക്ക് ക്ലാസ്, അത് ആവശ്യമാണ്. മഹല്ല് രംഗത്തൊക്കെ നേതൃത്വം നൽകുന്ന ഞങ്ങളൊക്കെ എപ്പോഴും അനുഭവിക്കുന്ന എത്രയോ സമയങ്ങൾ നീക്കി വെക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള മധ്യസ്ഥ മസ്ലഹത്തുകൾ, തലാഖിലേക്ക് എത്തുന്ന കേസുകൾ, കുടുംബ തർക്കങ്ങൾ. കഴിഞ്ഞ കൊല്ലം നമ്മുടെ ഒരു അനുഭവം, കൊപ്പത്ത് ഒരു വീട്ടുകാർ വന്നിട്ട് പറഞ്ഞു നിക്കാഹ് കഴിക്കണം. പുതിയാപ്പിള ഗൾഫിൽ പോവുകയാണ്, പിന്നെയുള്ളൂ കല്യാണം. അപ്പൊ എന്നാ വന്നിട്ട് പോരെ കല്യാണം വെച്ചാൽ, അല്ല അത് പറ്റൂല, അത് നിക്കാഹ് കഴിച്ചു, അതുപോലെ നിർബന്ധമാണ്. എന്തിനാ നിർബന്ധം വെച്ചപ്പോ, ഇപ്പോഴത്തെ കാലല്ലേ ഉസ്താദെ, ഓലിക്കിപ്പോ ഫോണിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കണമെങ്കിൽ ഇപ്പൊ അത് നമ്മളെ നിക്കാഹ് ചെയ്യല്ലേ നല്ലത്.
രണ്ടു കൂട്ടരും കൂടെ തീരുമാനിച്ച് ഏതായാലും നിക്കാഹ് നടത്തി. നിക്കാഹ് കഴിഞ്ഞ് ഫോണൊക്കെ വാങ്ങിക്കൊടുത്ത് ഇവരങ്ങനെ ചുരുക്കി പറഞ്ഞ ഫോണിൽ കൂടെ വിളിച്ചിട്ട് ഗൾഫിൽ പോയ പുതിയാപ്പിളല്ലേ, ഫോണിൽ കൂടെ വിളിച്ച് ഭയങ്കര കമ്പനിയായി. അവസാനം പിന്നെ ആ ഫോണിൽ കൂടെ തന്നെ അത് പറഞ്ഞ് തെറ്റും ചെയ്തു. അങ്ങനെ ഫോണിൽ കൂടെ അവസാനം പറഞ്ഞ് തെറ്റി 6 മാസം കഴിഞ്ഞപ്പോ തലാഖൽ അവസാനിച്ചു. തലാഖ് വേണ്ടാന്ന്. പിന്നെ ഇവര് തമ്മിൽ നേർക്ക് നേരെ കണ്ടിട്ടില്ല, ഒരുമിച്ച് കൂടിയിട്ടില്ല, ജീവിതം പങ്കിട്ടിട്ടില്ല. ഫോണിൽ കൂടെ ബന്ധപ്പെട്ട് കമ്പനിയായി അതന്നെ അവസാനം തെറ്റിപ്പിരിഞ്ഞ് തലാഖൽ അവസാനിച്ചു. അതിന് ചില കാരണങ്ങളൊക്കെ പറഞ്ഞു. എന്താ കാരണം? ഒരു ദിവസം ഓളെ വിളിച്ചപ്പോ ഓളെ ഫോൺ എൻഗേജാണ്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോ പിന്നെയും വിളിച്ചപ്പോ പിന്നെ എൻഗേജ്. അപ്പൊ എനിക്ക് സംശയമായി, ആരടി എന്നെ വിളിച്ചിരുന്നത് അല്ലേ? പിന്നെ അങ്ങോട്ട് തുടങ്ങി. പിന്നെ അത് വെക്കാനായി, തമ്മിൽ തെറ്റി പ്രശ്നമായി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. വലിയ രോഗാണ്. ചെറിയ കാരണത്തിന് ചെറിയ കാര്യം പറഞ്ഞ് ഇന്നത്തെ സംവിധാനങ്ങൾ, സോഷ്യൽ മീഡിയകൾ, ഇന്റർനെറ്റ് സംവിധാനങ്ങൾ, അത്യാധുനിക മൊബൈൽ ഫോണുകൾ, ഇതൊക്കെ നമ്മുടെ കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുക. ഇത് വലിച്ചെറിയാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അപ്പൊ നടക്കാൻ പോണ കേസല്ല. പക്ഷെ അതൊക്കെ എങ്ങനെ ഉപയോഗിക്കണം? നമ്മൾ സഹോദരിമാർക്ക് ക്ലാസ് കൊടുക്കണ്ടേ? ഓരോ പ്രായക്കാർക്ക് അതിന്റെ ക്ലാസ്സുകൾ കൊടുക്കണ്ടേ? അത് നമുക്ക് വളരെ ശക്തമായ ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ കുട്ടികളെ, സന്താനങ്ങളെ പരിപാലിക്കാൻ നമ്മുടെ ഉമ്മമാർക്ക് നമ്മുടെ അതിനുള്ള പ്രാക്ടിക്കലായ കാര്യങ്ങൾ, സംവിധാനങ്ങൾ നമുക്ക് ബാധ്യതയുണ്ട്. കേവലം ഒരു ക്ലാസുകൾ മാത്രമല്ല, ഇന്ന് അതിനൊക്കെ പരിശീലനം സിദ്ധിച്ച പ്രാക്ടിക്കലായ സംവിധാനങ്ങൾ, കൗൺസിലിംഗ്, മറ്റുള്ള പലതുണ്ട്. ഇതൊക്കെ ഏറ്റെടുത്ത് നടത്തുക എന്നത് ഉത്തരവാദിത്വം നമുക്ക് ശക്തമായിട്ടുണ്ട്, അല്ലേ? ചെറിയ കുട്ടികൾക്ക് പോലും നമ്മുടെ സമുദായം സമ്മാനമായി വാങ്ങിക്കൊടുക്കുന്നത് മൊബൈൽ ഫോണുകളാണ്. കുട്ടികൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ അതേ വേണ്ടുള്ളൂ. എന്താ മോനെ വേണ്ടതെന്ന് അമ്മാമൻ ഗൾഫിൽ നിന്ന് വിളിച്ചു ചോദിച്ചാൽ പറയാനുള്ളത് ഇതാണ്. സാംസങ്ങിന്റെ നമുക്ക് പോലും അറിയാത്ത മോഡൽ നമ്പർ പറഞ്ഞു കൊടുക്കും ചെറിയ കുട്ടികൾ. എന്നിട്ട് വല്യപ്പാക്ക് കാണിച്ചു കൊടുക്കും, ഇതാ വല്യപ്പ കണ്ടോ ഖുർആന്. വല്യപ്പ മൊബൈൽ ഫോൺ നോക്കട്ടെ മനയെന്ന് ചോദിച്ചാൽ ഓന് കഴിച്ചിട്ട് ഇതാ വല്യപ്പ ഖുർആന്, ഇതാ മറ്റേ ഉസ്താദിന്റെ വയല്, അതൊക്കെ ഇട്ട് കേൾപ്പിച്ചു കൊടുക്കും. വയലും അള്ളാ ഖുർആന്. എന്താ എന്റെ കുട്ടിയുടെ മൊബൈലിന്റെ കുട്ടി നന്നായിക്കണം കേട്ടോ. എന്നാ ഇവ അപ്പുറത്ത് മാറിയോ കണ്ട ഇവൻ എന്താ ഇതിന്റെ ഡിസ്പ്ലേയിൽ തുറന്നു വെക്കാന്നുള്ളത്. 5 രൂപക്ക് പോലും ഇന്റർനെറ്റ് കമ്പനികൾ, മൊബൈൽ കമ്പനികൾ ഇന്റർനെറ്റ് റീചാർജ് ചെയ്ത് കൊടുക്കുക. ഇത്ര MB ഫ്രീ, ഇത്ര അത് അത്ര GB എന്ന് പറഞ്ഞു. ഇവൻ 5 റുപ്യ എവിടുന്നേലും കിട്ടി, അതുകൊണ്ട് പോയി നെറ്റ് റീചാർജ് ചെയ്ത് എല്ലാ ലോകങ്ങളിലേക്കും ഓളിയിട്ടിറങ്ങി, എല്ലാ വൃത്തികേടുകളിലേക്കും നമ്മുടെ പാവപ്പെട്ട സമുദായം നാശത്തിന്റെ ഗർത്തത്തിലേക്ക് ചെറിയ കുട്ടികൾ പോലും എത്തുന്ന അപകടകരമായ ഒരു ലോകത്തിലാണ് നമ്മളുള്ളത്. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നിയന്ത്രിക്കാൻ നമ്മുടെ സമുദായത്തെ പഠിപ്പിക്കണം, നമുക്ക് ബാധ്യതയുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അതിശക്തമായ ഉത്തരവാദിത്വം നമ്മുടെ സമുദായത്തിന്, നമ്മുടെ അടിത്തട്ടിലെ നമ്മുടെ ഉമ്മമാർക്ക്, ഭാര്യമാർക്ക്, കുടുംബങ്ങൾക്ക് ഏത് മേഖലകളിലും ഉപകാരപ്പെടുന്ന വളരെ മനോഹരമായ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുക. അതാണ് നമ്മുടെ ബാധ്യത. അതിന് ഇൻഷാ അല്ലാഹ് ആമിലയുടെ ആവേശത്തിന്റെ പ്രവർത്തകരായി നമ്മൾ മാറണം. അത് നമ്മൾ പഞ്ചായത്ത് തലത്തിലും മണ്ഡലം തലത്തിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓരോ മേഖലകൾ തിരഞ്ഞെടുത്ത് സ്റ്റേറ്റ് കമ്മിറ്റി പറയുന്നതും ജില്ലാ കമ്മിറ്റി പറയുന്നതും അതിനു പുറമെ നമുക്ക് ഓരോ പ്രദേശത്തിനനുസരിച്ച് ഈ പറഞ്ഞ ഏതൊക്കെ മേഖല എന്തൊക്കെ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയുക, അത് ഏറ്റെടുത്ത് ചെയ്യാനുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നമ്മുടെ ആമലയുടെ പ്രവർത്തനം വളരെ ഭംഗിയാക്കി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ നിയ്യത്ത് നല്ലതാണ്, നമുക്ക് മറ്റുള്ള ലക്ഷ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ രാജാതിരാജനായ റബ്ബിന്റെ സഹായം ആ രംഗത്ത് വളരെ ശക്തമായി നമുക്ക് ലഭിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. ഇനി മഗ്രിബ് നിസ്കാരത്തിന് ശേഷം വളരെ മനോഹരമായ ക്ലാസ് ബഹുമാനപ്പെട്ട മുസ്തഫ അഷ്റഫി ഇവിടെ അവതരിപ്പിക്കാനിരിക്കുകയാണ്. LCD സഹിതമാണ് അദ്ദേഹത്തിന്റെ അവതരണം. ഒരുപാട് പുതിയ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അദ്ദേഹം പ്രദർശിപ്പിക്കുകയും നമ്മുടെ ആദർശ രംഗത്ത്, സംഘടനാ രംഗത്ത്, പ്രാസ്ഥാനിക രംഗത്ത് നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ പലതരത്തിലുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളുമൊക്കെ അത് പുറത്തു കൊണ്ടുവരുന്ന വളരെ മനോഹരമായ ആദർശ പ്രഭാഷണം മഗ്രിബ് നിസ്കാരത്തിന് ശേഷം നടക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഒരുമിച്ചുകൂടലും ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഇനി വളരെ ചുരുങ്ങിയ സമയമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇൻഷാ അല്ലാഹ്
പിരിഞ്ഞു പോകാനായിട്ടില്ല. ഇവിടുന്ന് നിർദ്ദേശം അനുസരിച്ച് നമുക്ക് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ പരിപാടി ആരംഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇവിടുന്ന് അറിയിപ്പ് കിട്ടിയതനുസരിച്ച് നമ്മൾ പിരിഞ്ഞു പോവുകയും അതിനുശേഷം എല്ലാവരും ഇവിടെ എത്തിച്ചേരുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.